ഓക്കെ, ഏറ്റവും കൂടുതൽ എവിഡൻസുകൾ കിട്ടുന്ന സീലുകളിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, യൂണിക്കോൺ എന്നൊരു ആനിമലിനെ ഡെപ്പിക്ട് ചെയ്യാറുണ്ടെന്ന സീലുകളിൽ ഇതാണ് യൂണിക്കോൺ സീൽസ്. ഇതൊരു സീലാണ്. സീൽ എന്തിനാന്നൊക്കെ പറഞ്ഞുതരാം. മേളിൽ കുറെ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്. യൂണിക്കോൺ സീൽ. അതുപോലെ മദർ ഗോഡസിന്റെ ടെറാക്കോട്ട സ്കൾപ്ചർ ഉണ്ടായിരുന്നല്ലോ, ഇത് ചീഫ് ഫീമെയിൽ ഡയറ്റി മദർ ഗോഡസ്, അതാണ് ഈ കാണുന്നത്. ഇത് പല ഭാഗങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സ്കൾപ്ചർ കേട്ടോ. പിന്നെ അതുപോലെ ചീഫായിട്ടൊരു മെയിൽ ഡയറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ദിസ് ഇസ് പശുപതി സീൽ. ഓക്കെ, പശുപതി സീലാണ് ഈ കാണുന്നത്. ഇതിന്റെ കുറച്ച് ഭാഗം നമുക്ക് പൊടിഞ്ഞു പോയ അവസ്ഥയിലാണ് കിട്ടിയത്, കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ദിസ് ഇസ് പശുപതി. പശുപതിയുടെ തലയിൽ ഒരു ഹെഡ് ഗിയർ ഉണ്ട്. ഇരിക്കുന്നത് ഒരു യോഗിക് പോസ്റ്റലാണ് ഇരിക്കുന്നത്. ചുറ്റും കുറെ ആനിമൽസ് ഉണ്ട്. നോക്കേ, ദിസ് ഇസ് റൈനോസറസ് ഉണ്ട്. പിന്നെ ഒരു ബഫലോ ഓർ ബുൾ, രണ്ട് കോണ്ടെക്സ്റ്റിലും പറയാം. പിന്നെ ഒരു എലിഫന്റ് ഉണ്ട്. എ ടൈഗർ ഇസ് ദർ. താഴെ ഇരിക്കുന്നതിന് താഴെ രണ്ട് ആന്റലോപ്സ് ഉണ്ട്, രണ്ട് ഡിയർ, മാനുകൾ, ആന്റലോപ്സ് അല്ലെങ്കിൽ ഡിയേഴ്സ്. ഇപ്പം ആന്റലോപ്സ് ഉണ്ട്, ബഫലോ ഓർ ബുൾ ഉണ്ട്, റൈനോസറസ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്. ചുറ്റും ചില ആനിമൽസ് ഡെപ്പിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മുകളിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇതൊരു പിക്ടോഗ്രഫി സ്ക്രിപ്റ്റ് ആണ്. എന്താ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് പശുപതി സീൽ. ഈ പശുപതി സീൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഹരപ്പ മൊഹൻജദാരോ സ്ഥലങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹരപ്പയിൽ മൊഹൻജദാരോ എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു പശുപതി സീൽ, അതും എസ്പെഷ്യലി മൊഹൻജദാരോ. അപ്പൊ ഇങ്ങനെ ഇതിനും ദൈവമായിട്ടായിരുന്നു ഈ പശുപതിയെ കണ്ടിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പ്രോട്ടോ ശിവ, കാണാനൊരു ശിവന്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ. യെസ്, അതാണ് പ്രോട്ടോ ശിവ അഥവാ പശുപതി എന്ന് പറയാൻ കാരണം. അപ്പൊ പൊളിറ്റിക്കൽ ലൈഫ് ഡിസ്കസ് ചെയ്തു, സോഷ്യൽ ലൈഫ് പറഞ്ഞു, റിലീജിയസ് ലൈഫ് പറഞ്ഞു. ഇനി നമ്മൾ നേരെ എക്കണോമിക് ലൈഫിലേക്ക് പോവാം. അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, എല്ലാ സിവിലൈസേഷന്റെ ബാക്ക് ബോൺ വിൽ ബി അഗ്രികൾച്ചർ. ഇവിടെയും അഗ്രികൾച്ചർ തന്നെയാണ് ദ പ്രൈമറി ഓക്കുപ്പേഷൻ. ദ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ പെർസ്യൂ ചെയ്ത ജോബ് ഏത് തന്നെയാണ്? അഗ്രികൾച്ചർ തന്നെയാണ്. പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആർട്ടിസൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൈമറി ഓക്കുപ്പേഷൻ വാസ് അഗ്രികൾച്ചർ. നമ്മൾ അന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻഡസ് വാലി പീപ്പിൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന വസ്തുക്കൾ വീറ്റ് ആയിരുന്നു, ബാർലി, പീസ്, ജോവർ, റാഗി. ഓക്കെ, ഷുഗർ കെയിന്റെ എവിഡൻസുകൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഷുഗർ കെയിന്റെ എവിഡൻസേ കിട്ടിയിട്ടില്ല. അത് കൾട്ടിവേഷൻ ചെയ്തതിന്റെ എവിഡൻസും കിട്ടിയിട്ടില്ല, ഉപയോഗിച്ചതിന്റെ എവിഡൻസും കിട്ടിയിട്ടില്ല. അപ്പൊ ഷുഗർ കെയിൻ ഈസ് ആബ്സെന്റ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതുപോലെ ചില കോണ്ടെക്സ്റ്റുകൾ പറയുന്ന ഒന്നാണ് റൈസ് എന്ന് പറയും. നിങ്ങൾ ആലോചിക്കുക, ചാൽക്കോളിത്തിക് കാലഘട്ടം മുതൽ തന്നെ റൈസിന്റെ കൾട്ടിവേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ വരുന്നതിന് മുൻപേ റൈസിന്റെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ IVCയിൽ നിന്നും റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ കിട്ടിയിട്ടില്ല. പക്ഷേ റൈസ് ഹസ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റൈസ് ഫ്ലേക്സ് പോലെ അല്ലെങ്കിൽ റൈസ് ഹസ്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ നെല്ലിന്റെ ചില ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൾട്ടിവേഷൻ നടത്തതായിട്ടോ ബാക്കി വേറെ സ്ഥലങ്ങളിൽ റൈസിന്റെ എവിഡൻസുകളൊന്നും ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ മേ ബി റൈസും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവിടുത്തെ ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കൂടുതലും വീറ്റും ബാർലിയൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി റൈസ് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ റൈസിന്റെ ഹസ്ക് കിട്ടിയത് രണ്ട് സ്ഥലത്തു നിന്നാണ്, ലോത്താൽ ആൻഡ് രംഗ്പൂർ. രണ്ടും അടുത്തടുത്ത സ്ഥലമാണ്. ലോത്താൽ നമ്മളൊരു ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ള സിറ്റി ആയിട്ടാണ് പറയാം അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ വൺ ഓഫ് ദി മേജർ ആയിട്ടുള്ളൊരു പോർട്ട് സിറ്റിയാണ് ലോത്താൽ. ലോത്താലിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് രംഗ്പൂർ. പക്ഷെ ഇത് ഒരു അർബനൈസ്ഡ് സിറ്റി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊരു ചാൽക്കോളിത്തിക് സെറ്റിൽമെന്റ് ആയിരുന്നു, പക്ക ഒരു ചാൽക്കോളിത്തിക് സെറ്റിൽമെന്റ് ആയിരുന്നു രംഗ്പൂർ. അപ്പൊ ചിലപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് രംഗ്പൂരിൽ എന്തായാലും റൈസ് കൾട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, കാരണം രംഗ്പൂർ ചാൽക്കോളിത്തിക് സൈറ്റാണ്. ചാൽക്കോളിത്തിക് സൈറ്റിൽ റൈസ് കൾട്ടിവേഷൻ ഉണ്ട്. ലോത്താൽ IVC സൈറ്റാണ്. IVCയിൽ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും റൈസ് കിട്ടിയിട്ടേ ഇല്ല. അപ്പം മേ ബി അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് രണ്ട് സ്ഥലങ്ങളിലും എങ്ങനെയോ വന്നു പെട്ടതായിരിക്കാം ഈ റൈസ് ഹസ്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഷുഗർ കെയിൻ ഇല്ല കേട്ടോ, അത് ഇതുവരെ ആയിട്ടും എവിഡൻസ് കിട്ടിയിട്ടില്ല. ബാക്കി ക്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതും IVC പീപ്പിളാണ്. നമ്മൾ പറഞ്ഞു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, ചൈനീസ് സിവിലൈസേഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഈ സിവിലൈസേഷനിലൊന്നും അധികം കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിട്ടില്ല. IVCയിലായിരുന്നു ആദ്യമായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞു. ഇവിടുന്ന് ഉണ്ടാക്കുന്ന കോട്ടൺ നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാറ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ടൊക്കെ ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു.
അപ്പോൾ കോട്ടൺ വാസ് ബീൻ എക്സ്പോർട്ടഡ്, അതിനുള്ള എവിഡൻസുകളും ചില ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അഗ്രികൾച്ചറിൽ ഇവർ വുഡൻ പ്ലോ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ചാൽക്കോളിത്തിക് പീരീഡ് പഠിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവരധികം പ്ലോഡ് അഗ്രികൾച്ചർ ഫോളോ ചെയ്തിട്ടില്ല ചാൽക്കോളിത്തിക് പീരീഡിൽ. കാരണം അവർ കൂടുതലും ഷിഫ്റ്റ് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷനോ കൈൻഡ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ് ചാൽക്കോളിത്തിക് പീപ്പിൾ പെർസ്യൂ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ജും കൾട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ IVCയിൽ നമുക്ക് പ്ലോഡ് എവിഡൻസ് കിട്ടുന്നുണ്ട്. IVC ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ചാൽക്കോളിത്തിക് പീരീഡ്. പക്ഷേ ഇവിടുന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? പ്ലോ കിട്ടിയിട്ടുണ്ട്. നോർമൽ കേസിൽ ചാൽക്കോളിത്തിക്കിൽ പ്ലോഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ IVCയിൽ പ്ലോ ഉണ്ട്, അതും വുഡൻ പ്ലോ, വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലോ. അതുപോലെ ചില ടോയ്സ്, ടെറാക്കോട്ട, ക്ലേ കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്ലോയുടെ ടോയ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്, അത് പറയാം. പിന്നെ കനാൽ ഇറിഗേഷന്റെ എവിഡൻസുകളും ചില ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കനാലുകൾ നിർമ്മിച്ചിരുന്നു എന്നും പറയുന്നത് നമുക്കറിയാം. ഓൾമോസ്റ്റ് സൈറ്റുകളിലെല്ലാം തന്നെ വെള്ളമുണ്ട്, ബിക്കോസ് എല്ലാം തന്നെ ഏതെങ്കിലും റിവർ ബാങ്ക്സിലായിരിക്കും ഉണ്ടാവാം. അപ്പൊ റിവർ ബാങ്ക്സിലല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും എന്ത് വേണ്ടി വരിക? കനാലുകൾ വേണ്ടി വരിക. ഈ കനാൽ ഇറിഗേഷന്റെ എവിഡൻസുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു സൈറ്റേ ഉള്ളൂ. അത് IVC സൈറ്റ് ആണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആ സൈറ്റാണ് ദിസ് ഷോർത്തുകൈ. ഷോർത്തുകൈ ഒഴിച്ച് ബാക്കി ഒരു സ്ഥലങ്ങളിൽ നിന്നും കനാൽ ഇറിഗേഷന്റെ എവിഡൻസുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചില ആർക്കിയോളജിസ്റ്റുകളെങ്കിലും ഷോർത്തുകൈനെ IVC ആയിട്ട് പറയാറുണ്ട്, ചിലർ പറയാറുമില്ല. പറയുകയാണെങ്കിൽ ഷോർത്തുകൈനെ കൂടി IVC സൈറ്റായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? കനാൽ ഇറിഗേഷൻ ഉണ്ട്. അല്ലെങ്കിൽ there is no evidence of canal irrigation in any site rather than this ഷോർത്തുകൈ. ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം. ഇനി ഈ കാണുന്ന ഫിഗർ ഉണ്ടല്ലോ, ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഗ്രാനറീസില്ലേ, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ബാക്കി മാറ്റി വെക്കുന്ന ഫുഡ് ഗ്രെയിൻസ് മാറ്റി വെക്കുന്ന ചില ഗ്രാനറീസ് ആണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഗ്രാനറീസാണ്, സാധനങ്ങൾ ഫുഡ് ക്രോപ്സ് മറ്റും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഗ്രാനറീസ് ആണ്. ഇത് ഹാരപ്പയിലുള്ള ഗ്രാനറീസിന്റെ സ്ട്രക്ചർ ആട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പം സർപ്ലസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ എന്ത് ചെയ്യുമായിരുന്നു? സ്റ്റോറും ചെയ്യുമായിരുന്നു എന്നാണ് അതിന്റെ എവിഡൻസ്. പിന്നെ ഇതൊരു പ്ലോ ആണ്. ഇത് ടെറാക്കോട്ട സ്ട്രക്ചർ കൊണ്ട് ടെറാക്കോട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലോയുടെ സ്ട്രക്ചറാണ്. ഇപ്പൊ കിളയ്ക്കാനും ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. കലപ്പ, അതാണ് ഈ പ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ആനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്നതിനൊപ്പം തന്നെ ആനിമൽ ഹസ്ബൻഡറിയും ഫോളോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ആനിമൽസിനെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില ആനിമൽസിനെ ഇവർക്ക് നേരിട്ട് അറിയാം, ചിലതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ആനിമൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓക്സ്, ബഫല്ലോ, ഗോട്ട്, പിഗ്, അതുപോലെ ഡോഗ്സ്, കാറ്റ്, ക്യാമൽ, എലിഫൻസ്. ഇത്തരം ആനിമൽസിനെയൊക്കെ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാത്തൊരു ആനിമൽ ഉണ്ട്, ദാറ്റ് ഇസ് കൗ. അപ്പൊ കൗ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ. പക്ഷെ കൗ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ മെൻഷൻ ചെയ്തിട്ടുള്ള ആനിമൽസ് എല്ലാം തന്നെ നോർമലി സീലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസ് എന്നാണ് മനസ്സിലായത്. സീലുകളിൽ പല പല ആനിമൽസിനെ ഡെപ്പിക്ട് ചെയ്യാറില്ലേ, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസ് പ്രകാരമാണ് ഇത്തരം ആനിമൽസിനെ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ ഈ സീലുകളിൽ ഒന്നും തന്നെ കൗ ഇല്ല, കൗവിനെ ഡയറക്റ്റ് ആയിട്ട് ഡെപ്പിക്ട് ചെയ്തിട്ടില്ല. പക്ഷെ കൗ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഓക്സ് ഉണ്ട്, ബഫല്ലോ ഉണ്ട്, ഇത്തരം എന്തുണ്ട് ഈ കാറ്റിൽസ് ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി എന്തും ഉണ്ടാകും, കൗവും ഉണ്ടാകാം. പക്ഷെ ഡയറക്റ്റ് എവിഡൻസ് ആർ ആബ്സെന്റ്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഡൊമസ്റ്റിക്കേഷൻ അല്ലാതെ തന്നെ ബാക്കി ചില ആനിമൽസിനെ ഇവർക്ക് അറിയാം. ദാറ്റ് റൈനോസറസ്, സ്പോട്ടഡ് ഡിയർ, ഹോക്ക് ഡിയേഴ്സ്, വൈൽഡ് പിഗ്, അതുപോലെ ലയൺ അറിയാം ഇവർക്ക്, ടൈഗർ അറിയാം അല്ലെ. ഇങ്ങനത്തെ ആനിമൽസിനെയും ഇവർക്ക് എന്ത് ചെയ്യാം? അറിയാം. പക്ഷേ ദ യൂസ് ഓഫ് ഹോഴ്സ് ഇസ് നോട്ട് യെറ്റ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്. ഞാൻ പറഞ്ഞു ഒരു സീലുകളിലും കുതിരയെ കുറിച്ച് പറയുന്നില്ല. കുതിര എന്ന് പറയുന്ന ആനിമൽ ഉണ്ടോ എന്നോ ഇല്ല എന്നോ ഒന്നും മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല, അറിയില്ല നമുക്ക്. ഇറ്റ് ഇസ് നോട്ട് യെറ്റ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ആ മാപ്പ് പറഞ്ഞ സമയത്ത്. സുർക്കോട്ടഡ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എവിടെയാന്ന് വെച്ചാൽ ഇന്നത്തെ ഗുജറാത്തിലാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഹോഴ്സിന്റെ റിമെയിൻസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് കിട്ടിയതൊരു ബോണാണ്. ആ ബോൺ കുതിരയുടെ തന്നെയാണോ എന്നും ക്ലിയർലി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഹോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇൻഡിജിനസ് ആനിമൽ അല്ല എന്നാണ് പറയുന്നത്.
ഇത് നമ്മുടെ സെൻട്രൽ ഏഷ്യ ഭാഗത്ത് നിന്ന് പണ്ട് കാലഘട്ടത്തിൽ ആര്യന്മാർ വന്നു എന്ന് പറയുന്നുണ്ട്. ആര്യൻസ് വന്ന സമയത്ത് കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആനിമൽ ആയിട്ടാണ് ഹോഴ്സിനെ പറയുന്നത്. ഇപ്പൊ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആനിമലാണ് ഹോഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഹോഴ്സ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്.